ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത് ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ട് ആണ്. 24 അവർ സെക്യൂരിറ്റി സർവീസ് ഉള്ള, CCTV സർവേലൻസ് ഉള്ള, എല്ലാ അമ്യൂണിറ്റീസും ഉള്ള ഭംഗിയായ ഒരു വില്ല പ്രൊജക്ട് ആണ്. ഏകദേശം 20ഓളം വില്ലകൾ വരുന്ന ഈ ഒരു പ്രൊജക്ടിനകത്തുള്ള ഒരു വില്ല, സെയിലിട്ടിരിക്കുന്ന ഒരു വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വില്ല പ്രൊജക്ടിന്റെ ബിൽഡർ എന്ന് പറയുന്നത് ഗുഡ് എർത്ത് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗുഡ് എർത്തിന്റെ ബിൽഡിങ്ങുകളാണെന്നുണ്ടെങ്കിലും വില്ലകളാണെങ്കിലും അതുപോലെ തന്നെ ഫ്ലാറ്റ്സ് ഒക്കെ ആണെങ്കിലും അറിയാം. നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ രംഗത്ത് തങ്ങളുടേതായ ഒരു തനത് ശൈലി കൊണ്ടുവന്നിട്ടുള്ള ഒരു ബിൽഡറാണ് ഗുഡ് എർത്ത് എന്ന് പറയുന്നത്. അവരുടെ പ്രൊജക്ടുകൾ ഓരോന്നും നമുക്ക് കണ്ടാൽ അറിയാം ഇത് ഗുഡ് എർത്ത് ആണ് എന്ന് നമുക്കറിയാം. ചോദിക്കേണ്ട ആവശ്യം പോലും വരാറില്ല. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വളരെ മനോഹരമായി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന, തങ്ങളുടേതായ ഒരു തനത് ശൈലി കൊണ്ടുവരാനായിട്ട് എന്നും ശ്രമിച്ചിട്ടുള്ള ഒരു ബിൽഡറാണ് ഗുഡ് എർത്ത് എന്ന് പറയുന്നത്. അവരുടെ ഒരു പ്രൊജക്ട് ആണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടാണ്. എക്സാക്ട് ആയിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ കാക്കനാട് കളക്ടറേറ്റിൽ നിന്നും 1.8 കിലോമീറ്റർ ആണ് ഈ കാണുന്ന ഗുഡ് എർത്തിന്റെ വില്ല പ്രൊജക്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ 3.2 കിലോമീറ്ററും ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 9.2 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താം. സീപോർട്ട് എയർപോർട്ട് റോഡിനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി വന്നാൽ വളരെ അടുത്താണ്. സൺറൈസ് മാത്രമല്ല, ഒരുപാട് ഹോസ്പിറ്റലുകൾ നമുക്ക് വളരെ അടുത്തുണ്ട്. സ്കൂളൊക്കെ നോക്കുവാണെങ്കിൽ സീപോർട്ട് റോഡിൽ തന്നെയുള്ള നൈപുണ്യ സ്കൂളിലേക്ക് വെറും 2.7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. 20ഓളം വില്ല പ്രൊജക്ടുകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. എല്ലാത്തിലും തന്നെ ആളുകൾ താമസമായതാണ്. നമ്മളുടെ ഈ ഒരു പ്രൊജക്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ബിൽഡറിനകത്ത് ആക്ച്വലി താമസിച്ചിട്ടില്ല. അദ്ദേഹത്തിന് എബ്രോഡേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് സെയിലിനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഓരോ വില്ലകളുടെയും ആ ഒരു കൺസ്ട്രക്ഷൻ, അതിന്റെ ഒരു എലിവേഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ മനോഹരമായിട്ട് അവർ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ വില്ലകളുടെയും തന്നെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മിഡിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച മനോഹരമായ വഴികൾ തന്നെയാണ്. നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ്. ഒരു കാർ അവിടെ ഓൾറെഡി പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഒരു കാർ കൂടെ വന്നു കഴിഞ്ഞാൽ കടന്നു പോകാനുള്ള നല്ല സ്പേഷ്യസ് ആയ റോഡുകളാണ് ഇതിനകത്തൂടെ കടന്നു പോകുന്നത്. നമുക്ക് ഇവിടെ ഒരു കോമൺ ആയിട്ട് നോക്കുവാണെങ്കിൽ അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ക്ലബ് ഹൗസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇൻഡോർ ഗെയിംസിനുള്ള ഫെസിലിറ്റി ഉണ്ട്. നല്ലൊരു ജിം ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ മാത്രം നമുക്ക് കിഡ്സിനുള്ള പൂൾ കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. ബാഡ്മിന്റൺ കോർട്ട് വരുന്നുണ്ട്. 24 അവർ സെക്യൂരിറ്റി ഉണ്ട്. പവർ ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട്. CCTV സർവേലൻസ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഒരു വില്ല ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മതിൽ തന്നെ നോക്കിക്കോളൂ. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുറച്ച് കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന ആ ഒരു മോഡലിൽ പ്രകൃതിയോട് വളരെ ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. മതിൽ നമ്മൾ കണ്ടു. നേരെ നമുക്കിനി ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെല്ലാം. ഇതിന്റെ ടോട്ടൽ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 6.4 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വരുന്നത് കാർ പോർച്ചിനകത്തേക്കാണ്. കവേർഡ് ആയിട്ടുള്ള ഒരു പോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മെയിൻ പോർച്ചിൽ നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം നോക്കിയാൽ കാണാം. ലെഫ്റ്റ് സൈഡ് ഒക്കെ കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഒരു ഒറിജിനൽ നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡും വീട് കംപ്ലീറ്റ് ആയിട്ടും ബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ബ്രിക്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വീടുകൾക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും, ഉറപ്പ് കൂടുതലായിരിക്കും. എത്ര വർഷം വേണമെങ്കിലും ഇതേപോലെ നിലനിൽക്കുന്ന വീടുകളായിരിക്കും ബ്രിക്ക് കൺസ്ട്രക്ഷനിൽ വരുന്നത്. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രൊജക്ടിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ബ്രിക്കിലാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് നിങ്ങൾ കണ്ടു. മൂന്നാമത്തെ ഒരു കാറും കൂടി നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഈ ഭാഗത്തായിട്ടാണ് സ്പേസ് കിട്ടുന്നത്. മൂന്നാമത്തെ കാർ പാർക്കിങ്ങിന്റെ സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സൈഡിലൊക്കെ നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ്. നമുക്ക് ചെടികളൊക്കെ നടണമെങ്കിലും ഗാർഡൻ ചെയ്യണമെങ്കിലൊക്കെ നല്ല സ്പേസ് ഉണ്ട്. വീടിന്റെ 2 സൈഡ് നോക്കിയാൽ കാണാൻ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ സൈഡിലൂടെ വീടിന്റെ ലെഫ്റ്റ് ഭാഗത്തൂടെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെയും നോക്കിയാൽ കാണാം നല്ല സ്പേഷ്യസ് ആണ്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് ആ നാച്ചുറൽ സ്റ്റോൺസ് വെച്ച് പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ സൈഡിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് എൻട്രി ചെയ്യാനുള്ള ചെറിയൊരു ഡോർ ഇവിടെ കിട്ടുന്നുണ്ട്. വാഷ് ഏരിയ എല്ലാം ഇവിടെ ആയിട്ടാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം
നമ്മുടെയൊക്കെ പഴയ വീടുകളിൽ ചെയ്തിരിക്കുന്ന അതേ പില്ലറുകളും അതേ മോഡലും ഒക്കെ അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. വീട് നിർമ്മിച്ചിരിക്കുന്നതിനകത്ത് നിങ്ങൾ എലിവേഷൻ കണ്ടപ്പോഴാണെങ്കിൽ വീടിന്റെ ബാൽക്കണിയുടെ സ്പേസ് നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് സിറ്റ് ഔട്ടിന്റെ പോർഷൻ ഇവിടേക്ക് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് ഓടിന്റെ ആ ഒരു മോഡൽ പാകിയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. വളരെ വലിയൊരു സിറ്റ് ഔട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 5 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ആണ് സിറ്റ് ഔട്ടിൽ നമുക്ക് കിട്ടുന്നത്. മെയിൻ ഡോർ നല്ല ഡിസൈനിൽ ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആണ്, പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. നമുക്ക് വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെ ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. എത്ര വലിയ സോഫ സെറ്റീസ് വേണമെങ്കിൽ ഇടാവുന്ന വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ലിവിംഗ് സ്പേസിലെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്താണ് ഒരുപാട് വിൻഡോകൾ, ചെറുതും വലുതുമായിട്ട് ധാരാളം വിൻഡോസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള 2 വിൻഡോസ് വന്നിട്ട് ഈ ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ കയറി വന്നിട്ട് റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് 2 ചെറിയ വിൻഡോസ് 2 സൈഡിലും കിട്ടുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു മെയിൻ ഏരിയ വന്നിട്ട് ബ്രിക്ക് കൊണ്ട് തന്നെയാണ് ആ ഒരു എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഫാൻ ഫിറ്റിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്കൊക്കെ പോകുമ്പോഴുള്ള എൻട്രൻസ് നോക്കിക്കോളൂ, വളരെ വൈഡ് ആയിട്ട് തന്നെയാണ് ഓരോ റൂമുകളിലേക്കും പോകുന്ന എൻട്രൻസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ 2 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് വാഷ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത് പുറത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാഷ് ഏരിയയിലേക്ക് ഇറങ്ങാനായിട്ട് ഇതുപോലെ 2 ഡോറുകൾ മിഡിൽ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വരുന്നത് വിൻഡോസ് ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നു, കാർപോർഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ഏരിയ ഞാൻ കാണിച്ചിരുന്നു. വളരെ വൈബോട് കൂടിയിട്ട് നമുക്ക് ഒരുപാട് ഓർമ്മകളെ ഉണർത്തുന്ന നല്ലൊരു അന്തരീക്ഷമാണ് ഈ ഒരു ഭാഗത്ത് ആ ഒരു വാഷ് ഏരിയക്കായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്ത് കാണുന്നത് കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വലിയ കൗണ്ടർ കിട്ടുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ ആക്ച്വലി നമുക്ക് ഈ ഒരു വില്ല പർച്ചേസ് ചെയ്യുന്ന ഒരാളുടെ ഇഷ്ടത്തിന്, ഇപ്പോൾ എല്ലാവർക്കും അറിയാം മോഡുലാർ കിച്ചൺസ് ആണ് കൂടുതലും എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇവിടെ കിച്ചൺ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് കവേർഡ് ആയിട്ടുള്ള ഒരു ഡോറ് കിട്ടുന്നത്. കംപ്ലീറ്റ്ലി നമുക്കൊരു ക്ലോസ്ഡ് കിച്ചൺ എന്ന് തന്നെ പറയാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ നമുക്കൊരു ഓപ്പൺ ഡോർ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. കിച്ചൺ ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ കിച്ചൺ ക്യാബിനറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കിച്ചണിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അതും കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും ഇവിടെയൊക്കെ ആയിട്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്, പവർ പ്ലഗ്, വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്കാണ്, ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്. വേണമെങ്കിൽ നമുക്ക് ഇത് കവർ ചെയ്തെടുത്താൽ വർക്ക് ഏരിയ സ്പേസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ ഈ ഒരു സ്പേസ് നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ നമുക്കൊരു കോമൺ ബാത്റൂം ഫെസിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള സ്പേസ് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു 3 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഫെസിലിറ്റി കിട്ടുന്നത്. നല്ല രീതിയിൽ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കോളറിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ ഈ ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം കിട്ടുന്നത്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ നോക്കിയാൽ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അവിടെ 2 വിൻഡോസും, അതുകൂടാതെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഒരു വിൻഡോയും കിട്ടുന്നുണ്ട്, ഒരു ഡോറും കിട്ടുന്നുണ്ട്. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാർപോർഷനിലേക്കും വാഷ് ഏരിയയുടെ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ ഫാൻ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബ്സ് ഒക്കെ വെക്കാനായിട്ട് അഡീഷണൽ ആയിട്ട് നല്ലൊരു സ്പേസ് ഇവിടെ ഇതുപോലെ കിട്ടുന്നുണ്ട്. ഇതിനടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ എല്ലാം സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലായിടത്തും തന്നെ കോളറിന്റെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിൽ ഡാർക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ തന്നെയാണ് ബാത്റൂംസിന്റെ ഫിറ്റിംഗ്സ് എല്ലാം, ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. വരുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ അവിടെ നമുക്ക് 2 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഈ ഒരു സ്റ്റെയർ കേസ് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എന്താണെന്നുള്ളത് നോക്കാം. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 3 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം തന്നെ നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ താഴെ കണ്ട ബെഡ്റൂം പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അതിന് തൊട്ടടുത്ത ഭാഗത്തൊരു സിംഗിൾ വിൻഡോയുമാണ് കിട്ടുന്നത്. റൂഫ് എല്ലാം പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്.
ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു ചെറിയ വാഷ് ബേസിൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്ക് ഇവിടെ ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് തന്നെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്ക് വരുന്ന ഗ്രേ ഷെയ്ഡ് തന്നെയാണ് ടൈലുകൾക്കായിട്ട് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമുകളെല്ലാം ഞാൻ എടുത്തു പറയുന്നില്ല, വളരെ സ്പേഷ്യസ് ആയിട്ടാണ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നത്, ഈ ഒരു വോള് കംപ്ലീറ്റ് വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള 2 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടൈലുകളെല്ലാം തന്നെ കളേഴ്സ് കോമൺ ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ നേരെ വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് അനുസരിച്ച് സിസ്റ്റം വെക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. മിഡിൽ പോർഷനിലായിട്ട് ഒരു ഫാൻ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതുവരെ കണ്ട ബെഡ്റൂമിൽ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് വലിയ ബെഡ്റൂം തന്നെയാണെന്ന് തോന്നുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയും 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള 3 വിൻഡോസ് നമുക്ക് വിൻഡോ ബേ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. റൂഫിൽ ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ എല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ബാത്റൂമിനകത്ത് നോക്കിയാലും ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് തന്നെയാണ് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു ബാൽക്കണിയാണ്. വളരെ വൈബ് കൊടുത്തിട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു ബാൽക്കണി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ കണ്ടോളൂ, നമ്മുടെ പഴയ ഒരു തറവാട് വീടുകളിലൊക്കെ നിൽക്കുന്ന അതേ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. മുകളിലൊക്കെ കംപ്ലീറ്റ് ഓട് പാകിയിട്ടുണ്ട്. അവർ യൂസ് ചെയ്തിരിക്കുന്ന മരങ്ങളാണെങ്കിലും എല്ലാം ഒരുപാട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡിലേക്കാണ് വ്യൂ കിട്ടുന്ന രീതിയിൽ ഇത് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെടികളൊക്കെ നടാനും കൃഷിയിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പൺ ടെറസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ കാണാം നല്ല രീതിയിൽ സൺലൈറ്റ് വരുന്നുണ്ട്. നമ്മൾ ഏത് ചെടികൾ നട്ടാലും നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുമ്പോഴാണ് അത് ഭംഗിയായിട്ട് തഴച്ചു വളരുന്നത്. അപ്പൊ അതിനൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നല്ലൊരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മളുടെ ഈ അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്തൂടെ ഡോറ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോറ് തുറന്നാൽ നമ്മളിപ്പോ ജസ്റ്റ് കണ്ട ആ ഒരു ഓപ്പൺ ഏരിയയിലേക്ക്, ഓപ്പൺ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് നമുക്ക് കൃഷി ചെയ്യാനായിട്ടും നല്ല രീതിയിൽ ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കാൻ നല്ലൊരു ഓപ്പൺ ഏരിയ കിട്ടുന്നുണ്ട്. ഈ ഒരു എൻട്രൻസ് ഇവിടെ നിന്ന് തുറന്നാൽ നമുക്ക് ഇറങ്ങാവുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കേസ് കണ്ടിന്യൂ ചെയ്ത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് വരുന്നത്. ഏറ്റവും ടോപ്പിലുള്ള സ്റ്റെപ്പ് കയറി നമ്മളിപ്പോൾ ടെറസിന്റെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവറേജ് നല്ലൊരു ആറ്റിക് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വാട്ടർ ടാങ്ക് നമുക്ക് ഇവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് റൂഫ് ആ ഒരു ഭംഗിയായിട്ടുള്ള ഒരു ഓടൊക്കെ ഉപയോഗിച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ നമുക്ക് ഇവിടെയെല്ലാം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. ഈവനിങ് ടൈമിലൊക്കെ ഒന്ന് ഇവിടെ ഇരിക്കാനും നല്ലൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആറ്റിക് സ്പേസിന്റെ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കുറച്ച് ഓപ്പൺ ടെറസ് കിട്ടുന്നുണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡ്രൈ ചെയ്യാൻ വെക്കാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ടോ ടെറസിന്റെ ഈ ഒരു ഏരിയ കൂടി നല്ല ഓപ്പൺ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു വില്ലയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഗുഡ് എർത്ത് എന്ന ബിൽഡറുടെ നല്ലൊരു പ്രൊജക്ട് ആണ്. കാക്കനാട് കളക്ടറേറ്റിൽ നിന്നും 1.8 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ ഒരു പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം ഗുഡ് എർത്ത് പ്രൊജക്ടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. ഗൂഗിൾ ചെയ്ത് നോക്കിയാലും അറിയാം. ആ ഒരു കൺസ്ട്രക്ഷൻ രംഗത്ത് നല്ലൊരു വെറൈറ്റി തന്നെ കൊണ്ടുവന്ന ഒരു ബിൽഡർ ആണെന്ന് നമുക്ക് പറയാം. 20ഓളം വില്ലകൾ വരുന്ന വില്ല പ്രൊജക്ട് ആണ്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കേട്ട് കാണും എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6.4 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 2600 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകൾ കൂടാതെ ഒരു കോമൺ ബാത്റൂം കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം 2-3 ബാത്റൂമുകളിൽ തന്നെ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 6.4 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2600 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൊജക്ടിലുള്ള ഈ ഒരു വില്ലയ്ക്ക് ഓണർ ചോദിക്കുന്ന പ്രൈസ് 3.85 CR ആണ്. 3.85 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ ഇത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിന് ലോൺ ഫെസിലിറ്റി വേണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും.
ഇതുപോലെ 24 അവർ സെക്യൂരിറ്റി സർവീസ് ഉള്ള ഗേറ്റഡ് വില്ലകൾ, അതും CCTV എല്ലാ അമ്യൂണിറ്റീസും ഉള്ള ഇതുപോലുള്ള വില്ലകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.